കള്ളങ്ങൾ വന്ന് മെഴുകുന്ന ഈ സംരംഭകയുടെ തുണിക്കടയിലുള്ള തുണിയെക്കുറിച്ച് ഇവർ പറയുന്നതെല്ലാം പൊട്ട തെറ്റ് തന്നെ ആയിരിക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ അഹാന കൃഷ്ണയുടെ ബുട്ടീക്കുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷമുള്ള 2 ദിവസം ഞാൻ നല്ല തിരക്കായിരുന്നു. അല്ലായിരുന്നെങ്കിൽ അന്ന് ഈ വീഡിയോ ചെയ്യേണ്ടതായിരുന്നു. ബിക്കോസ് ആ കമന്റ് സെക്ഷനിൽ 70% ആളുകൾ നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെയായിരുന്നു, കാരണം കാര്യം മനസ്സിലായിട്ട്. പക്ഷെ 30% ഈ താരാരാധനയുടെ പുറത്ത് മണ്ട ശിരോമണികളാണല്ലോ ഇതുങ്ങളൊക്കെ എന്ന് ബോധ്യപ്പെടുത്തുന്ന രീതിയിലുള്ള കമന്റ്സ് ആയിരുന്നു. അതിലൊരു പക്ഷം പറഞ്ഞത് ഇങ്ങനെയാണ്: അഹാന കൃഷ്ണയല്ലേ, അഹാന കൃഷ്ണയ്ക്ക് തോന്നുന്ന പ്രൈസ് ഇടും, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വാങ്ങിച്ചാൽ മതി, അഹാന കൃഷ്ണ നിങ്ങളെ നിർബന്ധിക്കുന്നില്ലല്ലോ എന്നുള്ളത്. പിന്നെ ഒരു കൂട്ടം വന്നിരുന്ന് പറയാണ് തോന്നുന്ന വിലയിടും, പൈസ ഉള്ളവർ വാങ്ങിക്കട്ടെ, പൈസ ഇല്ലാത്തവർ വാങ്ങിക്കേണ്ട എന്ന് കുറച്ച് പേരാണെങ്കിൽ ഉദാഹരണങ്ങൾ സഹിതമായിരുന്നു വന്നിരുന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് വഴിയിൽ കൂടെ പോകുമ്പോൾ തട്ടുകടയിൽ നിന്നും 10 രൂപയ്ക്ക് കിട്ടുന്ന ചായ 5 സ്റ്റാർ ഹോട്ടലിൽ എത്തുമ്പോൾ 1000 രൂപയായി മാറുന്നു. അപ്പം 5 സ്റ്റാർ ഹോട്ടലിൽ അവർ തോന്നുന്ന പ്രൈസ് അല്ലേ ഇടുന്നത് എന്ന് തുടങ്ങി ബാലിശമായിട്ട് സ്കൂളിന്റെ മുറ്റത്തൂടെ പോലും പോകാത്ത രീതിയിലുള്ള ചിന്താഗതികൾ വന്ന് എൻ്റെ കമന്റ് സെക്ഷനിൽ വാരി വെതറിയിട്ടിട്ട് എങ്ങോട്ടോ ഓടിപ്പോയി. അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണെന്ന്. അപ്പോൾ ആദ്യം തോന്നുന്ന വില ഇടാൻ പറ്റും, അത് ഇഷ്ടമുള്ളവർ വാങ്ങിച്ചാൽ മതി എന്നുള്ളൊരു വീക്ഷണ കോണിലൂടെ പറഞ്ഞ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ്, നിങ്ങളൊരു ബൊട്ടീക്ക് തുടങ്ങൂ, എന്നിട്ട് പോളിസ്റ്ററിൻ്റെ തുണി മറ്റു ബൊട്ടീക്കുകളിൽ അല്ലെങ്കിൽ മറ്റു കടകളിൽ മീറ്ററിന് 100 രൂപയിൽ താഴെ ഉള്ളൂ, എനിക്ക് തോന്നുന്നു 50 രൂപയിൽ താഴെ ഉള്ളൂ. ആ സെയിം പോളിസ്റ്ററിൻ്റെ മെറ്റീരിയൽ നിങ്ങളുടെ കടയിൽ നിങ്ങളൊരു ഷോപ്പ് തുടങ്ങിയിട്ട് 1000 രൂപ അല്ലെങ്കിൽ 2000 രൂപ മീറ്ററിന് വിറ്റിട്ട് നിങ്ങളുടെ കടയിൽ ഒന്നും തള്ളുമായിട്ട് ആളുകൾ ഈ കീറപ്പാറ പോളിസ്റ്ററിൻ്റെ തുണി 1000 രൂപ മീറ്ററിന് അല്ലെങ്കിൽ 2000 രൂപ മീറ്ററിന് നിങ്ങളുടെ കടയിൽ വന്ന് ഉന്തും തള്ളും കൂടി പിടിച്ച് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കഥയിലെ വിജയിയാണ്. അതല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും കടയിൽ, ഇനി ഞാൻ നിങ്ങൾക്ക് വേണ്ടി വേണമെങ്കിൽ ഒരു ബുട്ടീക്ക് ഉണ്ടാക്കാം, എന്നിട്ട് ഈ കീറാപ്പാറ തുണികളെല്ലാം കൂടെ കൊണ്ടുവച്ച് മീറ്ററിന് 5000 രൂപ പ്രൈസ് ചെയ്യാം. ഈ കമന്റ് സെക്ഷനിൽ വന്ന് നിരങ്ങിയ സ്ത്രീകൾ, തരുണീമണികളെല്ലാം കൂടെ വന്ന് എൻ്റെ കയ്യിൽ നിന്ന് 5000 രൂപയ്ക്ക് വാങ്ങിക്കൂ, വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കമ്മീഷനും തരാം. ആരൊക്കെയോ എന്നോട് പറയാം നിങ്ങൾക്ക് ഞാൻ കമ്മീഷനും തരാം എന്നൊക്കെ. അപ്പം ഞാൻ നിങ്ങൾക്ക് അങ്ങോട്ട് കമ്മീഷൻ തരാം. പോളിസ്റ്ററിൻ്റെ തുണി ഞാനൊരു ബുട്ടീക്ക് തുടങ്ങാം, എന്നിട്ട് മീറ്ററിന് 5000 രൂപ. ഈ കമന്റ് സെക്ഷനിൽ വന്ന് നിരങ്ങിയ തരുണീമണികളെല്ലാം വന്ന് എൻ്റെ കടയിൽ നിന്ന് വാങ്ങിച്ചേ പറ്റത്തുള്ളൂ. എന്തേ അങ്ങനെ വാങ്ങിക്കാൻ നിങ്ങൾ നിർബന്ധിതരാകുമ്പോൾ നിങ്ങൾ ഇങ്ങോട്ടൊരു ചോദ്യം ചോദിക്കും, ഈ തുണിക്ക് ക്വാളിറ്റി ഇല്ലല്ലോ എന്നുള്ളത് അല്ലേ. അപ്പം നിങ്ങൾ തരുന്ന പൈസയ്ക്ക് ഞാൻ ക്വാളിറ്റി കുറഞ്ഞ തുണിയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ട് വാങ്ങിച്ച് അലമാരയിൽ കൊണ്ടുവയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. കാരണം നിങ്ങൾ ഇങ്ങോട്ട് തരുന്നത് പൈസയാണ്, ഞാൻ കയ്യിൽ വാങ്ങിച്ച് വെക്കുന്നത് പൈസയാണ്, ഞാൻ അങ്ങോട്ട് തരുന്നത് ആ പൈസയ്ക്ക് ഉതകുന്ന തുണിയല്ല, കട്ടൻ പോലും അടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ആ സാഹചര്യത്തിൽ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ മാത്രമാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. ആ കാര്യമൊക്കെ ഇവർക്ക് മനസ്സിലായി. പക്ഷെ താരാരാധനയുടെ പുറത്ത് ഈ തെറ്റിനെ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളെ വീണ്ടും വെല്ലുവിളിക്കുകയാണ്. അതായത് സാരി സ്റ്റോറീസ് ബൈ മിഥിലയിൽ 4800 രൂപയ്ക്കും മറ്റു ബുട്ടീക്കുകൾ 4500 മുതൽ 4000 വരെ വിലയിട്ട് ആ സാരി കൊടുക്കുന്നുണ്ട്. അതേ സാരി തന്നെ അഹാന കൃഷ്ണയുടെ സൈറ്റിൽ 8000 രൂപയ്ക്ക് ഇട്ട് വിൽക്കുന്നുണ്ട്. നിങ്ങൾ ചങ്കൂറ്റം ഉണ്ടെങ്കിൽ ഈ അഹാന കൃഷ്ണയ്ക്ക് വേണ്ടി കമൻറ്റ് ചെയ്ത സ്ത്രീകൾ ആരെങ്കിലും ഒരാൾ 8000 രൂപ കൊടുത്ത് ആ സാരി വാങ്ങിച്ച് കാണിക്കും, ഒരു വീഡിയോ ഇട്. അങ്ങനെയാണെങ്കിൽ ഈ കഥയിലെ വിന്നേഴ്സ് നിങ്ങളാണെന്ന് ഞാൻ അങ്ങോട്ട് സമർപ്പിച്ചു തരാം. അത് പറ്റത്തില്ല അല്ലേ. സ്വന്തം കയ്യിലെ പൈസ പോയിട്ട് നിങ്ങൾക്ക് ഒരു പരിപാടിയില്ല അല്ലേ. അതുപോലെ തന്നെയാണ് ബാക്കിയുള്ളവരുടെ കയ്യിലെ പൈസയ്ക്ക് വിലയുണ്ട്. പിന്നെ കുറച്ച് ആളുകൾ പറഞ്ഞിരുന്നത് വഴിയരികിലൂടെ പോകുമ്പോൾ 10 രൂപയ്ക്ക് കിട്ടുന്ന ചായ 5 സ്റ്റാർ ഹോട്ടലിൽ 1000 രൂപയാവും എന്നൊക്കെയാണ് പറയുന്നത്. വഴിയരികിൽ പോകുമ്പോൾ നിങ്ങൾ വഴിയരികിൽ നിന്നാണ് ചായ കുടിക്കുന്നത്. 5 സ്റ്റാർ ഹോട്ടലിൽ ചെന്നാൽ ചായ എടുത്തുകൊണ്ട് പുറത്തിറങ്ങിപ്പോയി മുറ്റത്ത് പോയി ഒന്ന് കുടിക്കാൻ പറയുമോ? ഇല്ല. നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള സജ്ജീകരണങ്ങളുണ്ട്. പിന്നെ വഴിയരികിൽ ചേട്ടൻ ഇട്ട് തരുന്ന തേയില ആയിരിക്കില്ല നിങ്ങൾക്ക് 5 സ്റ്റാർ ഹോട്ടലിൽ ചെല്ലുമ്പോൾ ഇട്ട് തരുന്ന തേയില. അതിൻ്റെയൊക്കെ ഡിഫറൻസ് മനസ്സിലാകണമെങ്കിൽ ഇത് രണ്ടും നമുക്ക് കുടിക്കണം. എന്നാൽ മാത്രമേ ഇതിനെക്കുറിച്ച് അന്തസ്സായിട്ട് സംസാരിക്കാൻ പറ്റത്തുള്ളൂ. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, അഹാന കൃഷ്ണയുടെ ഈ ഒരു കാര്യം വൈറലായി കഴിഞ്ഞപ്പോൾ മറ്റൊരു ബൊട്ടീക്കിലെ ഒരു ഓണർ പെൺകുട്ടി, എനിക്ക് തോന്നുന്നു 2000-3000 ഫോളോവേഴ്സ് എങ്ങാണ്ടുള്ള ഒരു ബൊട്ടീക്കാണ്, സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. പുള്ളിക്കാരത്തി വന്നിരുന്നിട്ട് കുറേ കാര്യങ്ങൾ, അൺനെസസറി കാര്യങ്ങൾ ഇങ്ങോട്ട് ന്യായീകരണങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അതായത് പുള്ളിക്കാരത്തിൻ്റെ വീഡിയോ എടുത്തിട്ടാണ് ഇതിനെക്കുറിച്ച് ആദ്യമായി സംസാരിച്ച രേണു എന്ന് പറഞ്ഞിട്ടുള്ള ആൾ വീഡിയോ ചെയ്തത്. അപ്പം ഏതെങ്കിലും ഒരു ഉദാഹരണം വേണമല്ലോ. അപ്പോൾ ഈ രേണു എന്ന് പറയുന്ന ആ വ്യക്തി പറഞ്ഞത് ഈ പെൺകുട്ടിയുടെ ബുട്ടീക്കിൽ ഇതിന് 4000 സംതിങ് രൂപയേ ഉള്ളൂ, അഹാന കൃഷ്ണ ഈ സാരിക്ക് 8000 രൂപ ഇട്ടിരിക്കുന്നു. അപ്പോൾ ഈ പെൺകുട്ടിക്ക് ഫേവറബിൾ ആയിട്ടുള്ള രീതിയിലാണ് ഈ റിയാക്ഷൻ വീഡിയോ ചെയ്ത ആ ലേഡി സംസാരിച്ചത്. എന്നിട്ടും പുള്ളിക്കാരത്തെ സപ്പോർട്ട് ചെയ്തിട്ടാണ് വീഡിയോ ഇട്ടിട്ട് പോലും ആ താരാരാധന കൊണ്ട് അഹാന കൃഷ്ണയുടെ ഒരു ലൈക്കോ അല്ലെങ്കിൽ ഒരു ഇതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരത്തെ വന്നിരുന്ന് അങ്ങോട്ട് മെഴുകുന്നുണ്ടായിരുന്നു. മെഴുകിയത് മുഴുവൻ പച്ചക്കള്ളങ്ങളായിരുന്നു. എന്നെ അത്ഭുതപ്പെടുത്തിയത് ഇതുപോലെ മീഡിയയ്ക്ക് മുന്നിൽ വന്നിരുന്ന പച്ചക്കള്ളങ്ങൾ പറയുന്ന സംരംഭകരെ എങ്ങനെ വിശ്വസിക്കും? ഇവർ കാണിക്കുന്ന പ്രോഡക്റ്റ് തന്നെയായിരിക്കുമോ ഇവർ പറയുന്നത്? ഇപ്പം നിങ്ങൾ ആലോചിക്കും അതെന്താ അങ്ങനെ പറഞ്ഞതെന്ന്. കാരണം ഈ സംരംഭക വന്നിരുന്ന് സംസാരിച്ചത് എന്ത് സാരി വേവ് എങ്ങനെ എന്തോ, ഞാൻ ഇവിടെ എവിടെയെങ്കിലും അതിൻ്റെ പേര് അറ്റാച്ച് ചെയ്തിരിക്കാം.
ഇവർ വന്നിരുന്ന് വീഡിയോയിലൂടെ പറയുന്നത്, ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അഹാന കൃഷ്ണയുടെ ബുട്ടീക്കിലെ സെയിം സാരിയാണ് എന്ന് പറഞ്ഞിട്ട്, പക്ഷേ സെയിം ബട്ട് ഡിഫറെൻ്റ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെയിം ബട്ട് ഡിഫറെൻറ്റ് പോയട്രിക് വേർഡ്സ് അങ്ങോട്ട് യൂസ് ചെയ്യുമ്പോഴത്തേക്കും എല്ലാവരും അങ്ങോട്ട് സീരിയസ് ആയിട്ട് എടുക്കുകയല്ലേ. അതൊക്കെ പോട്ടെ. എന്നിട്ട് പുള്ളിക്കാരത്തി ഈ വൈറലായിട്ടുള്ള ഈ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഈ ഒരു സാരി ഓഫ് വൈറ്റ് കളറിലെ ഓർഗൻസ സാരിയെ കുറിച്ച് പറയാണ്, എൻ്റെ ബുട്ടീക്കിലുള്ള അതേ സാരി തന്നെയാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? ഒരു വീഡിയോയോ ഒരു ഫോട്ടോയോ കണ്ടപ്പോൾ തന്നെ നിങ്ങൾ ഇതിൻ്റെ മെറ്റീരിയൽ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? നിങ്ങൾ എന്തിനാണ് എൻ്റെ ബുട്ടീക്കിലുള്ള ഫാബ്രിക് അല്ലാതെ, എൻ്റെ ബുട്ടീക്കിൽ കുറച്ച് കുറഞ്ഞ ഫാബ്രിക് അഹാനയുടെ 11,000 അല്ലെങ്കിൽ 8,000 രൂപയ്ക്ക് തുല്യമായിട്ടുള്ള ഫാബ്രിക് ആണ് എന്ന് പുള്ളിക്കാരത്തി വന്നിരുന്ന കള്ളം പറയാണ്. ഈ ലോകത്തുള്ള സകല മലയാളികൾ, ഈ വീഡിയോ കണ്ട മലയാളികൾ നല്ല ഏതൊരു മനുഷ്യനും മനസ്സിലാവും അത് സെയിം ഫാബ്രിക് ആണ്, സെയിം സാരി ആണ് എന്നുള്ളത്. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കേരളത്തിലെ 8 മുതൽ 10 വരെ അല്ലെങ്കിൽ 20 വരെയുള്ള ബുട്ടീക്കുകളിലെങ്കിലും ഒരേപോലുള്ള സ്റ്റോക്കുകൾ എത്തും. കാരണം ഡീലേഴ്സൊക്കെ എപ്പോഴും ഒരു സെയിം ആയിരിക്കും, അല്ലെങ്കിൽ മാനുഫാക്ചേഴ്സ് ഒരുപോലെ ആയിരിക്കും. അപ്പോൾ സാരി സ്റ്റോറീസ് ബൈ മിഥിലയുടെ സാരി അഹാന കൃഷ്ണയുടെ സൈറ്റിൽ വന്നതുപോലെ അത് തന്നെ മറ്റു പല ബുട്ടീക്കുകളിലും ഞാൻ കണ്ടു. അപ്പോൾ ഡീലേഴ്സ് എപ്പോഴും ഒരുപോലെ ആവുന്നത് കൊണ്ട് തന്നെ ഫാബ്രിക്കുകളും എല്ലാം ഒന്ന് തന്നെ ആയിരിക്കുമെന്ന് ഈ ലോകത്തിൽ ഈ വീഡിയോസ്, ഈ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ടോപ്പിക് കണ്ട് മനസ്സിലാക്കി ഏതൊരു വ്യക്തിക്കും മനസ്സിലാവും സാരിയും ഫാബ്രിക്കും ഒക്കെ ഒന്നാണ്. എന്നിട്ടും ഒരുപോലെയുള്ള സെയിം ഫാബ്രിക്, ഈ പെൺകുട്ടിയുടെ കടയിലുള്ള അതേ ഫാബ്രിക് ഒരു ഉളുപ്പുമില്ലാതെ ഈ മീഡിയയിലൂടെ, ഈ പെൺകുട്ടി ബിസിനസ് ചെയ്യുന്ന അതേ പ്ലാറ്റ്ഫോമിലൂടെ, അതേ മീഡിയയിലൂടെ വന്നിരുന്ന് പറയുകയാണ് അത് രണ്ടും രണ്ട് ഡിഫറെൻറ്റ് ഫാബ്രിക് ആണെന്ന്. അപ്പോൾ ഈ പെൺകുട്ടി പ്രസൻറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ പെൺകുട്ടി കാണിച്ചു തരുന്ന ഫാബ്രിക്കും അതിനെ ഡിസ്ക്രൈബ് ചെയ്ത് ഈ പെൺകുട്ടി പറയുന്ന കാര്യങ്ങളും തമ്മിൽ എന്തെങ്കിലും പൊരുത്തമുണ്ടാകുമോ, സത്യം ഉണ്ടാവുമോ? കാരണം ഒരു തുണി ഓർഗൻസ ഫാബ്രിക്കിലുള്ള ആ തുണി രണ്ട് കടയിലും ഒന്നായിരിക്കെ ഈ പെൺകുട്ടി പറയുന്നു എൻ്റെ കടയിലുള്ള ഫാബ്രിക് ഡിഫറെൻ്റ് ആണ്, അഹാനയുടെ കടയിലുള്ള ഫാബ്രിക് ഡിഫറെൻ്റ് ആണ്. നിങ്ങൾക്ക് എങ്ങനെ ഒരു വീഡിയോയും ഫോട്ടോയും കണ്ടപ്പോൾ മനസ്സിലായി? അതെങ്ങനെ വീഡിയോയും ഫോട്ടോയും കണ്ട് മനസ്സിലാക്കി തുണി എടുക്കാൻ വേണ്ടിയാണോ താങ്കളെ പോലുള്ള ആളുകൾ ഓൺലൈനായിട്ട് തന്നെ ബിസിനസ് തുടങ്ങുന്നത്? അങ്ങനെയാണെങ്കിൽ തനിക്ക് ട്രിവാൻഡ്രത്തോ താൻ എവിടെയാണ് ജീവിക്കുന്നത് ആ നാട്ടിൽ വലിയൊരു ബുട്ടീക്ക് അങ്ങ് തുടങ്ങിയാൽ പോരെ? നിങ്ങൾ എന്തിനാണ് സ്റ്റാർട്ടപ്പായിട്ട് ഇതിങ്ങനെ ഓൺലൈനിൽ കൂടെ തന്നെ തുടങ്ങിയിരിക്കുന്നത്? ഓൺലൈൻ ഒരു ബുട്ടീക്ക് തുടങ്ങുക എന്ന് പറഞ്ഞാൽ നല്ല ക്ലാരിറ്റി ഉള്ള ഫോട്ടോസ് എടുക്കുക, കളർ വേരിയേഷൻസ് ലൈറ്റായിട്ടുണ്ടാകും, അത് നിങ്ങളൊക്കെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് തുണി ഏതാന്ന് പോലും വീഡിയോയിലൂടെയും ഫോട്ടോയിലൂടെയും കണ്ട് മനസ്സിലാകത്തക്ക രീതിയിലാണ് നിങ്ങൾ വീഡിയോസും ഫോട്ടോസും പ്രസൻറ്റ് ചെയ്തത്. അത് നിങ്ങളുടെ ആ ഒരു ഡിസ്ക്രിപ്ഷൻ ഇല്ലാതെ തന്നെ ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ നമുക്കൊക്കെ മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരേ ഫാബ്രിക്, നിങ്ങളുടെ കടയിലുള്ള ഫാബ്രിക്കിനെ ഇടിച്ച് താഴ്ത്തുകയും അഹാന കൃഷ്ണയുടെ ഫാബ്രിക് കുറച്ചുകൂടി നല്ലതാണെന്ന് ഇൻഡയറക്റ്റ്ലി പറയുകയും ചെയ്തത് മാത്രം പോരാ, ഈ ഫാബ്രിക്കിനെ നിങ്ങൾ വാക്കുകൊണ്ട് രണ്ടാക്കി കളഞ്ഞു. അപ്പോൾ ഇത്രമാത്രം കള്ളങ്ങൾ വന്ന് മെഴുകുന്ന ഈ സംരംഭകയുടെ തുണിക്കടയിലുള്ള തുണിയെക്കുറിച്ച് ഇവർ പറയുന്നതെല്ലാം പൊട്ട തെറ്റ് തന്നെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ പെൺകുട്ടി വന്നിരുന്ന് ഇങ്ങനെ വളവളാ സംസാരിക്കുകയാണ്. ഞാനിങ്ങനെ ആലോചിക്കുക, ഇവരിതെന്തോ കൂട്ടുകാരുടെ ഇടയിൽ നിന്ന് സംസാരിക്കുന്നോ അതോ ഇവർ കുടുംബശ്രീക്കിടയിൽ നിന്ന് സംസാരിക്കുന്നതാണോ ഇവർ വിചാരിച്ചിരിക്കുന്നത്? ഇവരൊരു ക്യാമറ എടുത്ത് വെച്ച് സംസാരിക്കുമ്പോൾ ഇവർക്കൊരു ചിന്ത പോലുമില്ലേ ഇവരൊരു സംരംഭകയാണ്, ഇവർ ഈ തുണിയുടെ ക്ലോത്തിൻ്റെ ബിസിനസ്സാണ് ചെയ്യുന്നത്, ഈ ക്ലോത്തിനെ കുറിച്ച് ഞാൻ കള്ളമായിട്ടുള്ള കാര്യങ്ങൾ വിശദീകരണങ്ങളാണ് പറയുന്നതെങ്കിൽ നാളെ ആരും എന്നെ വിശ്വസിക്കില്ല എന്നുള്ള ഒരു സാമാന്യ ബോധം പോലും ഇല്ലാതെ പറ്റിക്കുന്നതിനെ സപ്പോർട്ട് ചെയ്തിട്ട് പറ്റിക്കപ്പെടാൻ നിൽക്കുന്ന സാധാരണക്കാരെ വീണ്ടും വീണ്ടും പറ്റിക്കപ്പെടാൻ പാകത്തിന് ഒരു പുഷ് ചെയ്ത് കൊടുക്കുന്ന സംരംഭക, വളരെ നല്ല വനിതാ സംരംഭകയാണ്. നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്? നിങ്ങൾ ആ തുണിയെക്കുറിച്ച്, ആ ഒരൊറ്റ തുണിയെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞ കള്ളം, അതായത് നിങ്ങൾ ഒരൊറ്റ സ്റ്റേറ്റ്മെൻ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്, ഒരു വീഡിയോയും ഒരു ഫോട്ടോയും കണ്ടിട്ട് അത് രണ്ടും ഒരു ഫാബ്രിക് ആണെന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? അതിനർത്ഥം അത് രണ്ടും രണ്ട് ഫാബ്രിക് ആണെന്ന് നിങ്ങൾ സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ റിയാലിറ്റി എന്ന് പറഞ്ഞാൽ രണ്ടും ഒരേ ഫാബ്രിക് ആണ്, രണ്ടും ഒരേ പാറ്റേൺ ആണ്, ഒരേ മെറ്റീരിയൽ. അയ്യോ, അത് വന്നിരുന്ന് ഇൻഡയറക്ട്ലി രണ്ട് ഫാബ്രിക് ആണെന്ന് പറയുന്ന നിങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്ന ഓരോ തുണികളും അതിൽ ഓരോ ഡിസ്ക്രിപ്ഷനും എല്ലാം ഫേക്ക് ആയിരിക്കും എന്നല്ലേ ഇനി കരുതേണ്ടിയിരുന്നത്? പിന്നെ ഇത്രയും നിങ്ങൾ കള്ളം പറഞ്ഞ സ്ഥിതിക്ക് ഇനി മറ്റൊരു കാര്യം കൂടെ പറയാം. നിങ്ങളും അഹാന കൃഷ്ണയുടെ പേര് വിറ്റ് തന്നെയാണ് നിങ്ങളും ജീവിക്കുന്നത്. കാരണം നിങ്ങളുടെ പല വീഡിയോയിലും, ഉദാഹരണത്തിന് ആ ഒരു ലാവൻഡർ കോട്ടാ ചെക്കിൻ്റെ ആ ഒരു സാരി വളരെ, എനിക്ക് തോന്നുന്നു 1000 രൂപയിൽ താഴെ, തെളിവ് സഹിതം വേണമെങ്കിൽ ഞാൻ ഇതിൻ്റെ ഇത് കൊണ്ടു കൊടുക്കുന്ന മാനുഫാക്ചേഴ്സിൻ്റെ പേര് ഉൾപ്പെടെ ഞാൻ പറഞ്ഞു തരാം. 1000 രൂപയിൽ താഴെ വില വരുന്ന ഓംബ്ര ഡൈങ്
ഫാബ്രിക്, ആ ഒരു ലാവണ്ടർ 2 ഷെയ്ഡാണ് അതിൻ്റെ പ്രത്യേകത. വളരെ ചെറുതായിട്ട് സ്കാറ്റേർഡ് ആയിട്ട് എംബ്രോയ്ഡറി പോകുന്നുണ്ട്. അതിൻ്റെ ബ്ലൗസ് പീസ് ഇവർ കാണിക്കുന്നില്ല. അഹാന കൃഷ്ണയുടെ സൈറ്റിൽ ആ ഒരു ബ്ലൗസ് പീസ് വളരെ തിൻ സ്ട്രാപ്പായിട്ട് ഒരു ബ്ലൗസ്, അതിൻ്റെ ഫുൾ കൈയൊക്കെ വെച്ചിട്ടുള്ള ബ്ലൗസ് പീസ് ആണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അത് ലോ ക്വാളിറ്റി ആയിട്ടുള്ള സാരിയാണെന്ന്. അഹാന കൃഷ്ണ ഉൾപ്പെടെ ഈ സംസാരിച്ച പെൺകുട്ടി ഉൾപ്പെടെയുള്ള ആളുകൾ ചെയ്യുന്നത് ബ്ലൗസിൻ്റെ മെറ്റീരിയൽ തീരെ ആളുകളുടെ ശ്രദ്ധയിൽപ്പെടുത്താത്ത രീതിയിൽ ഈ ന്യൂഡിൽ സ്ട്രാപ്പ് പോലെ ചെറുതായിട്ട് സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കും. ഈ സെയിം ലാവൻഡർ ഓംബ്രെ ഡൈ ചെയ്തിരിക്കുന്ന ആ ഡിസൈൻ സാരിയുടെ എനിക്ക് തോന്നുന്നത് ഫുൾ എംബ്രോയ്ഡറി അല്ല, ഈ ഡിജിറ്റൽ പ്രിന്റ്, ചുമ്മാ പ്രിന്റ് ചെയ്തിരിക്കുക. അത് എംബ്രോയ്ഡറി നൂല് വെച്ചിട്ടൊന്നും ചെയ്തിരിക്കുകയല്ല. 4000 രൂപ ഈ പെൺകുട്ടി ഇടുന്നുണ്ട്. അഹാനയുടെ സൈറ്റിൽ അത് 11,000 രൂപയും കണ്ടാണെന്ന് തോന്നുന്നു. ആ ബ്ലൗസ് പീസ് നിങ്ങളൊന്ന് തിരിച്ചു കാണിക്കാൻ പറ്റുമോ? ആ പെൺകുട്ടിയോട് ഞാൻ ചോദിക്കുക, അഹാനയോടാണെങ്കിലും ചോദിക്കുകയാണ്, ഇതിൻ്റെ ബിഗ് ബ്ലൗസ് നിങ്ങൾക്ക് തിരിച്ചു കാണിക്കാൻ സാധിക്കുമോ? തിരിച്ചു കാണിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മറുവശം വൈറ്റ് കളറിലായിരിക്കും ഇരിക്കുന്നത്. ഒരിക്കലും എക്സ്പെൻസീവ് ആയിട്ടുള്ള തുണികളുടെ 2 വശങ്ങൾ 2 കളറിലിരിക്കില്ല. ഇപ്പം ഇച്ചിരി എക്സ്പെൻസീവ് ആയിട്ടുള്ള ഇപ്പം 4000, 5000, 6000, 8000 രൂപ വിലയുള്ള അഹാനയുടെ 11,000 രൂപയാണ് ആ സാരിക്ക്. ആ ബ്ലൗസ് പീസ് തിരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് പുറമെ മറുവശത്ത് ചുമ്മാ അത് ഡിജിറ്റൽ പ്രിന്റ് ചെയ്തിരിക്കുകയാണ്. ആ ക്വാളിറ്റിക്കുള്ളിൽ ആ തുണി. അപ്പോൾ ഇതും കൂടി എനിക്കങ്ങോട്ട് പറയണം തോന്നി. കാരണം ഇങ്ങനെ വന്ന് ഒരു ഉളുപ്പുമില്ലാതെ, ഇത് അഹാനെക്കുറിച്ചല്ല പറയുന്നത്, ഇത് ഈ പെൺകുട്ടിയെക്കുറിച്ചാണ് പറയുന്നത്. അഹാനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വന്ന് പറഞ്ഞ പെൺകുട്ടി. ഒരു വീഡിയോ കണ്ടും ഒരു ഫോട്ടോ കണ്ടും നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി ഇതൊരു ഫാബ്രിക് ആണ്, ഇതൊരു ഫാബ്രിക് അല്ല എന്ന്? ഒരു ഫാബ്രിക്കിനെ ഒരു ഫാബ്രിക് അല്ല എന്നൊരു സംരംഭക വന്നിരുന്ന് പറയുകയാണ്. അപ്പോൾ ഇവർ കാണിക്കുന്ന ക്വാളിറ്റിയെക്കുറിച്ച് പറയുന്നത് മുഴുവൻ ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അന്തസ്സുണ്ടെങ്കിൽ ഓരോ ബ്ലൗസ് പീസും മാന്യമായിട്ട് ഓപ്പൺ ചെയ്ത് കാണിക്കുക, അല്ലെങ്കിൽ നിങ്ങളിടുന്ന ബ്ലൗസ് സാധാരണ മലയാളികൾ ധരിക്കുന്നത് പോലെ സ്റ്റിച്ച് ചെയ്ത ആളുകളെ കാണിക്കുക. ഇവരിടുന്ന ഈ സാരി ഈ സ്ലീവ്ലെസ്സും ന്യൂഡിൽ സ്ട്രാപ്പും ഒക്കെ ഇട്ട് നല്ല വീഡിയോ, അതായത് മുടിയൊക്കെ ഇങ്ങനെ റൗണ്ട് ആയിട്ട് കെട്ടി മേക്കപ്പ് ഇട്ട് വരുമ്പോൾ ഈ സാരി കാണാൻ നല്ല ഭംഗിയായിരിക്കും. സാധാരണക്കാർ, ഇപ്പോൾ ചേച്ചിമാരാണെങ്കിലും നമ്മളെപ്പോലുള്ള ആളുകളാണെങ്കിലും അമ്മച്ചിമാരൊക്കെ ആണെങ്കിലും ഈ സ്ലീവ് ഒക്കെ വെച്ചിട്ട് ഇത് സാരി ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനൊരു ലുക്കും ഉണ്ടാവില്ല എന്ന് ഇവർക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾക്ക് അന്തസ്സുണ്ടെങ്കിൽ ഈ സാരി സാധാരണ ആളുകൾ ചുറ്റുന്നത് പോലെ ചുറ്റിയിട്ട് സാധാരണ ആളുകൾ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുന്ന പോലെ സ്റ്റിച്ച് ചെയ്തിട്ട് നിങ്ങൾ വീഡിയോ ഇടും. അങ്ങനെ മാത്രമാണെങ്കിൽ നമുക്ക് സമ്മതിക്കാം. അപ്പോൾ കള്ളങ്ങൾ മാത്രം പറഞ്ഞിട്ട് സംരംഭകർ ഇങ്ങനെ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ്സിനെ അത് ബാധിക്കും, നിങ്ങളുടെ സംസാരത്തെ, നിങ്ങളുടെ വിശ്വാസത്തെ പോലും അത് ബാധിക്കും എന്നുള്ളൊരു കാര്യം ചിന്തിക്കേണ്ടതാണ്. എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, ഈ സംരംഭക മറ്റുള്ളവർ പറ്റിക്കപ്പെടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നി. പറ്റിക്കുന്ന ആളുകളെ കൂടുതൽ ഈ പുള്ളിക്കാരത്തെ സപ്പോർട്ട് ചെയ്യും, സാധാരണക്കാരായിട്ടുള്ള ആളുകളെ പറ്റിക്കാൻ നിർത്തി കൊടുക്കുകയും ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നി. ഒരു കൂട്ടം പറയുന്നു പൈസ ഉള്ളവർ വാങ്ങിക്കട്ടെ, പൈസ ഇല്ലാത്തവർ വാങ്ങിക്കണമെന്ന്. പൈസ ഉള്ളവർ 7,000 രൂപ കൊടുത്ത് 11,000 രൂപ കൊടുത്ത് കർട്ടൻ അടിക്കാൻ പോലും പറ്റാത്ത തുണിയാണോ വാങ്ങിക്കേണ്ടത്? 11,000 രൂപ കൊടുത്താൽ ഞാൻ പഴയ വീഡിയോയിൽ പറഞ്ഞതുപോലെ നല്ല ഒന്നാം തരം കാഞ്ചീപുരം കിട്ടും, അല്ലെങ്കിൽ ടസർ സിൽക്കിൻ്റെ സാരി കിട്ടും. ഈ നല്ല ക്വാളിറ്റി നമുക്ക് പുറമേ നിന്ന് കിട്ടുമ്പോൾ നമ്മുടെ പൈസയ്ക്ക് വിലയില്ലാതെ കർട്ടൻ പോലും ലുങ്കിയായിട്ട് പോലും ചുറ്റാൻ പറ്റാത്ത തുണി കൊണ്ടുവന്ന് കൊടുക്കുന്നത് നല്ലതാണോ?